പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടമാകുന്നവർക്കായിട്ട് കുറച്ച് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. എല്ലാം കോട്ട ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഒരു 4 ഷെയ്ഡ് നമുക്ക് വരുന്നുണ്ട്. എല്ലാം ഒരു ലൈറ്റ് ടോൺ പാലറ്റിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഫുള്ളി നമുക്ക് കോട്ട ഫാബ്രിക്കാണ്. ദുപ്പട്ടയും കോട്ടയിലാണ് വന്നിട്ടുള്ളത്. യോക്ക് പോർഷൻ വരെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വി നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. യോക്ക് വരെ നമുക്ക് വരുന്നത് ആ ഒരു വി നെക്ക് പാറ്റേണിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അതിലൊരു ബീഡ് വർക്കും വരുന്നുണ്ട്. പിന്നെ ഒരു അപ്പൂപ്പൻ താടിയുടെയൊക്കെ ഒരു പാറ്റേൺ സ്റ്റൈലിൽ എംബ്രോയ്ഡറി പോലെ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ആ ബീഡ് വർക്ക് നിൽക്കുന്നുണ്ട്. ആ വി നെക്കിന് തന്നെ ആ ഒരു 3 സൈഡിൽ നമുക്ക് ലേസും കൂടെ ട്രിം ചെയ്തിട്ടുണ്ട്. ആൻഡ് കോട്ടയിൽ വന്നിരിക്കുന്ന ബോട്ടം സെയിം കോട്ടയിലാണ് കേട്ടോ ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ദുപ്പട്ടയിലും ഫുള്ളി നമുക്കൊരു മൾട്ടി ഷെയ്ഡ് ത്രെഡ്സിൻ്റെ എംബ്രോയ്ഡറി പാറ്റേൺ, ഒരു ഫ്ലവറിൻ്റെ തന്നെ എംബ്രോയ്ഡറി പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. 4 സൈഡിലും ലേസും കൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. ഒരു ഒക്കേഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ആൻഡ് സെക്കൻഡ് ലുക്ക് വരുന്നത് ഈ ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡാണ്. ബാക്കിൽ നമുക്ക് സോളിഡായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. എല്ലാം ഒരു ഗ്രീനിൻ്റെയും യെല്ലോയുടെയും ബ്ലൂവിൻ്റെയൊക്കെ ഒരു ഫ്ലവർ ത്രെഡ്സ് യൂസ് ചെയ്ത് എല്ലാം ഒരു മൾട്ടി ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു എംബ്രോയ്ഡറി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലും പക്ഷേ ആ ഒരു ബീഡ് തന്നെ മൾട്ടി ഷെയ്ഡ്സിലാണ് കേട്ടോ ബീഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിലും ഒരു വി നെക്ക് പാറ്റേൺ വരുന്നുണ്ട്. ആൻഡ് കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ്. ഒരു വൈറ്റ് ടോപ്പിൻ്റെ കൂടെയൊക്കെ പ്ലെയിൻ വൈറ്റ് ടോപ്പിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഈ ഒരു ദുപ്പട്ട ഇട്ട് പെയർ ചെയ്താൽ നല്ലൊരു ക്ലാസി ലുക്ക് കൊണ്ടുവരും. സെക്കൻഡ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്രീം ഷെയ്ഡാണ്. ഇതിൽ ആ വർക്ക് ദുപ്പട്ടയിൽ നല്ലപോലെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദുപ്പട്ടയിലും 4 സൈഡിലെ സ്കാലപ്പ് ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആണ് നെക്സ്റ്റ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വരുന്നത് ഈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. മാർക്കിങ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. ഫ്രണ്ട്സിന് പേഴ്സണൽ യൂസിനും നല്ലൊരു ഓപ്ഷനായിരിക്കും. ആൻഡ് ഇതിൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് കോട്ടയിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് BLD 951 എന്ന കോഡാണ്. പ്രൈസ് റേഞ്ച് 2879 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. സാരീസൊക്കെ അല്ലേ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അതിനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഡിഫറെൻറ്റ് ലുക്കിൽ നിൽക്കും. ആൻഡ് 3ഉം ഓഫ് വൈറ്റിലാണ് വന്നിട്ടുള്ളത്. ബട്ട് ബോഡിയിൽ വന്നിട്ടുള്ള ഈ ഒരു എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒരു ഡിഫറൻസ്, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഭയങ്കര കംഫർട്ടായിട്ട് ഈ ഒരു ക്ലൈമറ്റിനൊക്കെ പറ്റിയൊരു അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റാണ് കേട്ടോ. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ടൊരു സിക്സാക്കിൻ്റെ ഒരു വീവിങ് പാറ്റേൺ ആണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സ്കാറ്റേഡ് ആയിട്ടൊരു ഫ്ലവർ പാറ്റേണിലാണ് ഈ ഒരു എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്ക് പോർഷൻ തൊട്ട് യോക്ക് പോർഷൻ വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നൊരു ട്രഡീഷണൽ ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെയും സാറ്റിൻ്റെയൊക്കെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഫുള്ളി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു സീക്വൻസ് വർക്കൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതിൻ്റെ ബോട്ടം വരുന്നത് പ്യോർ കോട്ടണിൽ തന്നെ. ആൻഡ് ദുപ്പട്ടയും കോട്ടണിൽ തന്നെ വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഇതിലും നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റ്, ഹാൻഡ് പെയിൻറ്റ് വന്നിട്ടുണ്ട്. അതിന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇതിലൊരു ട്രഡീഷണൽ ഹാൻഡ് വർക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആഞ്ചൽ പോർഷനിൽ ഒരു കാന്ത വീവിങ് പാറ്റേൺ കൂടെ ത്രൂ ഔട്ടായിട്ട് പോയിട്ടുണ്ട്. ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാസൽസ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലുക്ക് വന്നിരിക്കുന്ന ഈ ഒരു എല്ലാം നമുക്ക് ഓഫ് വൈറ്റ് ആണ്. എന്നാലും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു മൾട്ടി കളേഴ്സ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോട്ടം
ദുപ്പട്ടയുടെ വിത്ത് കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സമ്മർ സീസണിലൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന രീതിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്നൊരു സൽവാർ സെറ്റാണ് കേട്ടോ. അതിന് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പെയിൻറ് പെട്ടെന്ന് കാണുമ്പോൾ പെയിൻറ് പോലെ തോന്നത്തില്ല, ഒരു പ്രിൻ്റ് പോലെ തോന്നുന്നത്. പക്ഷെ ഹാൻഡ് പെയിൻറ്റിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഈ ദുപ്പട്ടയാണ് എനിക്ക് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് ത്രെഡ് വീവിങ് വരുന്നത്. ആൻഡ് സിക്സാക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ത്രെഡ് വീവിങ് ആയാലും ഈ യോക്ക് പോർഷനിൽ വന്നിട്ടുള്ള ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ആയാലും നമ്മൾ ഒരു റൗണ്ട് നെക്ക് ആയാലും വി നെക്ക് ആയാലും നല്ലപോലെ ഒന്ന് ഒരു ലുക്ക് കിട്ടുന്ന ആണ്. നമ്മൾ നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴും ചർച്ച് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന മസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് വെയർ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് PHU 185 എന്ന കോഡിൽ 1949 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്, aham.store. പാർട്ടി വെയർസിനൊക്കെ പറ്റിയ ഒരു 4 കളക്ഷൻസാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കളേഴ്സാണ്. 4 ഷെയ്ഡ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ക്രഷ്ഡ് ഷിമ്മർ ഓർഗൻസയിൽ വന്നിട്ടുള്ള സാരി. അതിൻ്റെ അപ്പറിലും ലോവറിലും ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, മിഷൻ എംബ്രോയിഡറിയും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു സീക്വൻസ് വർക്ക് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അൺഈവനായിട്ട് വന്നിട്ടുള്ള സ്കാലപ്പ് ഡീറ്റെയിൽ ആണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ നമുക്ക് സോളിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് എൻഡിലായിട്ട് ലോവർ പോർഷനിൽ നോക്കുവാണെങ്കിൽ അതിലും സെയിം ആയിട്ട് നമുക്ക് ഈ ഒരു അപ്പർ പോർഷനിൽ വന്നിട്ടുള്ള ഈ ഒരു സെയിം വർക്ക് തന്നെ ലോവർ പോർഷനിലും കൊടുത്തിട്ടുള്ളത്. ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് സോളിഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുവാണെങ്കിലും നല്ല പോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ നോക്കുവാണെങ്കിലും സോളിഡിൽ തന്നെ ഈ ഒരു വർക്കൊക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ബോഡിയിൽ ഫുള്ളായിട്ടൊരു ഗോൾഡിൻ്റെ ഒരു ടിൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗോൾഡിൻ്റെ ജ്വൽസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടാലും നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു റിച്ച് ആൻഡ് മിനിമൽ ലുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു സാരി ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രൈഡൽസൊക്കെ നമുക്ക് ഈ ഒരു ഈവനിങ് റിസപ്ഷൻ നിങ്ങളൊരു 8000 റേഞ്ചിലാണ് സാരീസൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു സാരി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം സോളിഡിൽ തന്നെ സ്ലീവ്സിൻ്റെ പോർഷനിൽ വേണ്ടിയിട്ട് ഈ ഒരു വർക്ക് നമുക്ക് ഫുള്ളി പ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ്. ആൻഡ് എല്ലാം സെയിം ആയിട്ട് വന്നിട്ടുള്ള പാറ്റേണും കൂടെയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു ലുക്കിലാണ്. ഇതിലും നമുക്ക് ഫുള്ളി സ്ലീവ്സിൻ്റെ പോർഷനിൽ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെയും വർക്കൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഈവനിങ് ഫംഗ്ഷനൊക്കെ നല്ലൊരു ലുക്ക് കൂടെ കിട്ടും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിങ്ങിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇതിൻ്റെ കോഡ് വരുന്നത് SBP 828 എന്ന കോഡിൽ 8899 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.